Bismillahirrahmanirrahim. Assalamu alaikum. Today we have no any class. Simply I will be talking only something, nothing complicated. It's up to you today. Today it's your day. You will speak today. I am not going to speak something complicated. So when you speak, I would like to give you some instruction how to speak. See, are you ready to speak something today? So why you speak? That's a question always. നമ്മൾ ഇത്രയും സമയം ക്ലാസ്സുകൾ എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ലിസണിങ്, അതിന് മുമ്പ് കുറച്ച് ആനിമേഷനും മറ്റുമൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ലിസണിങ്, കുറേ വാക്കുകൾ പഠിക്കുന്നു, കുറേ ഗ്രാമാറ്റിക്കൽ ഏരിയ പഠിക്കുന്നു. ഇതൊക്കെ നമുക്ക് എന്തിനാണ്? Why we need all these words? Why we need all these vocabularies? നമ്മളതൊക്കെ വീട്ടിൽ എടുത്തു വെച്ച് പുസ്തകത്തിൽ ഭദ്രമായി എടുത്തു വെച്ചതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ആത്യന്തികമായി സോ അറ്റ് ദി എൻഡ് വാട്ട് വി നീഡ് ഫ്രം ഓൾ ദിസ് ക്ലാസ്, നിങ്ങൾ ഇത്രയും സമയം ഓൺലൈനിൽ എൻ്റെ സംസാരം കേട്ട്, ഒരുപാട് അധ്യാപകരുടെ സംസാരം കേട്ട് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം, റൈറ്റ്? വായിക്കാൻ അറിയണം, കേട്ടാൽ മനസ്സിലാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ലിസണിങ് മീൻസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വെൻ സമ്മൺ ടോക്ക് ലൈക്ക് ഇൻ അവർ മദർ ടങ്. നമ്മുടെ മലയാളം എഴുതാൻ കഴിയാത്തവരുണ്ടാവും, അല്ലേ? വായിക്കാൻ കഴിയാത്തവരുണ്ടാവും. പക്ഷേ കേട്ടാൽ മനസ്സിലാകുകയും പറയാൻ കഴിയുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ഫോർ അസ് ടു സർവൈവ്. നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. ലൈക്ക് ദാറ്റ് കേസ് ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൻ്റെ കേസിൽ എല്ലാ ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് ആ ഭാഷ കേട്ടാൽ മനസ്സിലാകുകയും അത് സംസാരിക്കാൻ കഴിയുകയാണ് വേണ്ടത്. അപ്പോൾ സംസാരിക്കാൻ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പുള്ള സാലിഹ് സാറിൻ്റെയും ഷിനോസ് സാറിൻ്റെ ഒക്കെ ക്ലാസ്സിൽ പലതവണ അവർ പറയുകയും മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ യു ഹാവ് എ പ്രാക്ടിക്കൽ സെഷൻ ടുഡേ. യു ഷുഡ് കോപ്പറേറ്റ് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ അധ്യാപകരുമായി നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. ഇറ്റ്സ് റിയലി എ ഡിഫറെൻറ്റ് സെഷൻ. ഓക്കെ, so I'm going to speak about what you have to do today. Your teacher will divide you into groups. Okay, you have to do the following activities. Your teacher will divide you into different groups, maybe 6 members or 7 members, and you have to conduct a discussion. ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കണം, ഒരു ചർച്ച. ചർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്ത് വലിയൊരു തീരുമാനം ഉണ്ടാക്കി അതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ടു സ്പീക്ക് സംതിങ്. I want you to speak something. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം. That is my intention. That is the system's intention. So your teacher will divide you into 7 or 6 groups and you have to speak. So I have given here 2 topics. Challenges of online education, the world of my dream. 2 topics are here. You can select any one topic from this. Like challenges of online education എന്ന് പറഞ്ഞ വിഷയം സംസാരിക്കുമ്പോൾ what you can speak. So you need to select a group leader. A group leader, he will arrange everything, like he will call one by one to speak their opinions. So നിങ്ങളൊരു ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ ഒരു ഐഡിയ തരാം. ചെയ്യേണ്ടത് ഒരു ലീഡർ അയാൾ സ്വാഗതം പറയണം. സ്വാഗതം പറയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ലൈക്ക് വി ഹാവ് 1 to ABCD members today. We have Jamal, we have Zainaba, we have Jumana, we have many other people. So we are going to conduct a discussion on challenges of online education. Everyone will talk about their opinion. അപ്പോൾ ആദ്യം എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം പറയാൻ 2 മിനിറ്റ്. മേ ബി നിങ്ങൾ പറയുന്ന അഭിപ്രായം അടുത്ത ആൾ പറയും. നോ ഇഷ്യൂസ്. It's not a competition. It's you are talking to boost yourself. നിങ്ങളെ തന്നെ നന്നാക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. Is it fine? ഓക്കെ, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളുടെ റെഡിനെസ് അനുസരിച്ച് നിങ്ങൾ സംസാരിച്ചില്ല എങ്കിൽ you won't get the benefit of all this. നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, രണ്ടാമത്തത് വേൾഡ് ഓഫ് മൈ ഡ്രീം. അല്ലേ, നിങ്ങൾ പുതിയ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണും. അവിടെ എന്തൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ഞാനൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. എനിക്കിപ്പോൾ USA പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനിക്ക് USA പോവാം.
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറേ സമയം നഷ്ടപ്പെടുത്താതെ ക്യാപ്സൂളായിട്ട് ബിരിയാണിയും കപ്സും ഒക്കെ കിട്ടുന്നൊരു ലോകം. മേ ബി all that you have to speak. Mean it should be in English. It should be in English. Speak something. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ your teacher will conduct a Zoom class or he will give you Google Meet link. Come to that. First group moderator, they will be conducting a discussion maximum 20 minutes, 20 to 30 minutes or 20 to 25 minutes. One group, other group 20 to 25 minutes. 4 groups you can speak, others can listen. ബാക്കിയുള്ളവർക്ക് കേൾക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. മക്കളെ, ഈ ഏത് ഭാഷയിലും പഠിക്കാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ പൊതുവിൽ മലയാളം കുറച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാരണം നിങ്ങളാണ് ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ടീച്ചേഴ്സ് സൂം ക്ലാസ് വിളിക്കും, ഗൂഗിൾ മീറ്റ് വിളിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ അങ്ങോട്ട് വിളിച്ച് നമുക്ക് സംഘടിപ്പിക്കലെന്ന് ചോദിക്കണം. നിങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഡിസ്കഷൻ നടത്തണം. അപ്പോൾ ഈ 2 മിനിറ്റ് ഓരോരുത്തരും അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. പിന്നെ ഓപ്പൺ ഡിസ്കഷൻ. അപ്പോൾ മോഡറേറ്റർ ഇന്ന അഭിപ്രായം പറയാനുള്ള ഇന്ന ആൾക്ക് എന്താ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറയാം, അധ്യാപകൻ ഇടപെടും. മേ ബി ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഐ വിൽ ആൾസോ കം ടു പേ എ വിസിറ്റ് ഇൻ യുവർ സൂം. നിങ്ങളെ സൂമിൽ എനിക്കും വരാലോ, ബിക്കോസ് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. സോ നിങ്ങൾ ഏതൊരു വിഷയം പറയുമ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ മെറിറ്റ്സ് a person like me can join in all of your class. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ വരാം, കാണാം, നിങ്ങൾ സംസാരിക്കുന്നത് കാണാം, സന്തോഷമടയാം. റൈറ്റ്? അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ലിസൺ, പ്രിപ്പയർ ബിഫോർ യു ഗോ. നിങ്ങൾ ഏത് വിഷയമാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് യു ഹാവ് ടു ഫൈൻഡ് പോയിന്റ്സ്. പോയിന്റുകൾ കണ്ടെത്തിയിടണം പോവാൻ. അതാകുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ആശയമില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, യു മസ്റ്റ് ഹാവ് ഐഡിയാസ് ടു സ്പീക്ക്, ബട്ട് ദ ലാംഗ്വേജ് വിൽ ബി എ ബാരിയർ മേ ബി. But same time, to tackle all that barrier, first of all you must have some ideas to speak. Look at the paper, you are speaking that. അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് സംസാരിച്ചു, മറ്റുള്ള ആളുകളോട് കൂടി സംസാരിച്ചു എന്നൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങളെത്തും. ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, ആൻഡ് വാട്ട് വി ഹാവ് ടു ഡു, ഓക്കെ, എവ്രി വൺ ഷുഡ് സ്പീക്ക്, ദാറ്റ്സ് മസ്റ്റ്. ഓക്കെ, എല്ലാവരും സംസാരിക്കണം, ആരും മടിച്ചു മാറി നിൽക്കരുത്. 20 minutes നിങ്ങൾക്ക് വേണം സ്പീക്ക് ചെയ്യുക. ഓക്കെ, മേ ബി ഐ വിൽ വിസിറ്റ് യുവർ ക്ലാസ് ഇൻഷാല്ലാ. സോ നത്തിങ്, കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ സമയം മൊത്തം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. ദാറ്റ്സ് വൈ ഐ സ്പീക്ക് വെരി ലെസ് ടുഡേ. മേ ബി ഐ ക്യാൻ ഗിവ് യു മോർ ടിപ്സ് അബൌട്ട് സ്പീക്കിംഗ്, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് എനിത്തിങ് എൽസ് ടുഡേ. ജസ്റ്റ് യു സ്പീക്ക് ടുഡേ, വാട്ട് എവർ ഇറ്റ് മേ ബി, ജസ്റ്റ് whether it is right or wrong. Speak. Thank you.